വെൽക്കം ടു എവറിഡേ ഇംഗ്ലീഷ് വിത്ത് സോണിയ. ഇന്ന് നമ്മൾ സ്പീക്ക് ഇംഗ്ലീഷ് ഇൻ 30 ഡേയ്സ് എന്ന സീരീസിൻ്റെ രണ്ടാമത്തെ സീനിലാണ്. ഇന്നലെ നമ്മൾ ഗ്രീറ്റിംഗ്സ് ഒക്കെ പഠിച്ചില്ലേ, എങ്ങനെയാണ് ഒരാൾ ഗ്രീറ്റ് ചെയ്യണമെന്നെല്ലാം നമ്മൾ ഇന്നലെ പ്രാക്ടീസ് ചെയ്തു അല്ലേ. ഇന്നത്തെ സീൻ എന്താണെന്നറിയോ, നമ്മൾ ഇന്ന് വരെ ജീവിതത്തിൽ കണ്ടിട്ടില്ലാത്ത ഒരാളെ പരിചയപ്പെടാൻ പോവുകയാണ്. അതും ഈ ആൾ നമ്മുടെ ഓഫീസിൽ പുതുതായിട്ട് ജോയിൻ ചെയ്യാൻ വന്ന ഒരാളാണ്. അപ്പോൾ സീൻ ഇതാണ്, നമ്മൾ ലഞ്ച് ബ്രേക്കിൻ്റെ സമയത്താണ് ഇയാളെ കാണുന്നതും പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് പറയാൻ പറ്റുക എന്ന് നമുക്ക് നോക്കാം. ഒരു കാര്യം കൂടെ, ഇയാളുടെ സ്വദേശം കേരളമല്ല, ഇയാൾ മുംബൈയിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ അത് നമ്മൾ ഗ്രീറ്റ് ചെയ്യും, ഹലോ എന്നൊക്കെ പറയും. അതിലേക്ക് ഞാൻ പോകുന്നില്ല, നമ്മൾ ഇന്നലെ പ്രാക്ടീസ് ചെയ്തതല്ലേ. അപ്പോൾ പേരറിയാം, കാരണം നമ്മുടെ ഓഫീസിൽ വന്ന് ജോയിൻ ചെയ്യുന്ന ആളായതുകൊണ്ട് പേരറിയാമെന്ന് വിചാരിച്ചോളൂ. അപ്പോൾ ഇനി നമുക്കറിയേണ്ടത്, നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത്, നിങ്ങളുടെ സ്വദേശം എന്താണെന്നാണ് നമുക്ക് ചോദിക്കേണ്ടത് കേട്ടോ ഇയാളോട്. അപ്പോൾ ഇതെങ്ങനെ ചോദിക്കും? നിങ്ങൾ എവിടെ നിന്ന് വരുന്നു? Where are you from? Where are you from? അപ്പോൾ അതിന് അയാൾ എങ്ങനെയായിരിക്കും ഉത്തരം പറയുന്നത്? ഞാൻ മുംബൈയിൽ നിന്ന് വരുന്നു. എങ്ങനെ പറയും? I am from Mumbai. I am from Mumbai. അപ്പോൾ പുറത്തുനിന്നുള്ള ആളായതുകൊണ്ട് സ്വാഭാവികമായിട്ട് നമ്മൾ ചോദിക്കും, നിങ്ങൾ ഇതിനു മുമ്പ് കേരളത്തിൽ വന്നിട്ടുണ്ടോ? ഇതിനു മുമ്പ് നിങ്ങൾ കേരളത്തിൽ വന്നിട്ടുണ്ടോ? എങ്ങനെ ചോദിക്കും? Have you ever been to Kerala before? Have you ever been to Kerala before? അതിൻ്റെ അർത്ഥം നിങ്ങൾ എപ്പോഴെങ്കിലും ഇതിനു മുൻപ് കേരളത്തിൽ വന്നിട്ടുണ്ടോ എന്നാണ്. അപ്പോൾ നമ്മൾ സ്പോക്കൺ ഇംഗ്ലീഷിൽ ചോദിച്ച അതേ രീതിയിൽ തന്നെ ഉത്തരം പറയണം എന്നില്ലല്ലോ. നമ്മൾ മലയാളത്തിൽ അങ്ങനെയല്ലല്ലോ പറയുക. അപ്പോൾ ഇയാൾ ഉത്തരം പറയുന്നത്, ഇല്ല ഞാനിവിടെ ആദ്യമായിട്ടാണ് എന്നാണേ. അപ്പോൾ അതെങ്ങനെ പറയും? No, it's my first time here. No, it's my first time here. അപ്പോൾ ഇവിടെയൊക്കെ ശ്രദ്ധിച്ചോളൂ കേട്ടോ, ഞാൻ ഇറ്റ് ഈസ് മൈ എന്നൊന്നുമല്ല പറയണേ, ഇറ്റ്സ് മൈ ഷോർട്ടാക്കി പറയണേ. നോ, ഇറ്റ്സ് മൈ ഫസ്റ്റ് ടൈം ഹിയർ. അപ്പോൾ നമ്മൾ സാധാരണ ചോദിക്കാറില്ലേ, നിങ്ങൾക്ക് ഈ സ്ഥലമൊക്കെ ഇഷ്ടമായോ? അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടമായോ എങ്ങനെ ചോദിക്കും? ഡു യു ലൈക്ക് ദിസ് പ്ലേസ്? ഡു യു ലൈക്ക് ദിസ് പ്ലേസ് എന്ന് ചോദിച്ചാലും മതി. അത് വളരെ ബേസിക് ആയിട്ടുള്ളൊരു ചോദ്യമാണ്. കുറച്ചുകൂടി ബെറ്ററാക്കി ചോദിക്കാം, ഹൗ ഡു യു ലൈക്ക് ദിസ് പ്ലേസ്? അപ്പോൾ അതിന് വേണമെങ്കിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഉത്തരം പറയാം, ഐ ലൈക്ക് ദിസ് പ്ലേസ് വെരി മച്ച് എന്ന് പറയാം. പക്ഷേ അത് വളരെ ബേസിക്കാണ്, സിമ്പിളാണ്. കുറച്ചുകൂടി ബെറ്ററാക്കി നമുക്ക് പറയാം, ഐ ജസ്റ്റ് ലവ് ദിസ് പ്ലേസ്. എനിക്ക് ഈ സ്ഥലം വളരെ ഇഷ്ടമായി, അതിനാണ് ഐ ജസ്റ്റ് ലവ് ദിസ് പ്ലേസ്. എന്നിട്ട് തീർച്ചയായിട്ടും നോർത്ത് ഇന്ത്യയിൽ നിന്ന് വരുന്ന ഒരാൾക്ക് കേരളം കാണുമ്പോൾ നല്ല സ്ഥലമാണെന്നായിരിക്കും തോന്നുക അല്ലേ. അപ്പോൾ കേരളം വളരെ മനോഹരമായൊരു സ്ഥലമാണ്. അപ്പോൾ വളരെ മനോഹരം, അതിന് നമുക്ക് പറയാവുന്നൊരു എക്സ്പ്രഷനാണ് കേരള ഇസ് റിയലി ബ്യൂട്ടിഫുൾ. വെരി ബ്യൂട്ടിഫുൾ പോലെ കേരള ഇസ് റിയലി ബ്യൂട്ടിഫുൾ. അപ്പോൾ നമ്മൾ പരിചയപ്പെട്ട ആളുണ്ടല്ലോ, പുതുതായിട്ട് ജോയിൻ ചെയ്യാൻ വന്ന ആൾ, തീർച്ചയായിട്ടും നമ്മളോട് ചോദിക്കും, നിങ്ങൾ എത്ര നാളായി ഇവിടെ ജോലി ചെയ്യുന്നു? നിങ്ങൾ എത്ര നാളായി ഇവിടെ ജോലി ചെയ്യുന്നു? അപ്പോൾ വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് ഉത്തരം ഒന്ന് റെഡിയാക്കി വെച്ചോളൂ കേട്ടോ. ഞാൻ പറയാം ഇപ്പോൾ. How long have you been working here? How long have you been working here? അപ്പോൾ അതിന് I have been working here എന്ന് പറഞ്ഞ് ഉത്തരം തുടങ്ങണം എന്നില്ല കേട്ടോ. ഞാനിവിടെ 3 വർഷമായി ജോലി ചെയ്യുന്നു എന്നാണ് പറയേണ്ടത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഷോർട്ടായിട്ട് മലയാളത്തിലാണെങ്കിൽ നമ്മൾ അങ്ങനെ പറയില്ലേ, ഞാൻ 3 വർഷമായി. അതിനെന്ത് പറയും? For 3 years. 3 വർഷമായി. അതിന് for 3 years. കാരണം ഞാനിവിടെ എത്ര വർഷമായി എന്നുള്ളതിൻ്റെ ഒരു എണ്ണമല്ലേ പറയുന്നത്. അപ്പോൾ ദിവസങ്ങളുടെയോ അല്ലെങ്കിൽ മണിക്കൂറുകളുടെയോ മാസങ്ങളുടെയോ വർഷങ്ങളുടെയോ ഒക്കെ എണ്ണം പറയുമ്പോൾ നമ്മൾ എപ്പോഴും ഉപയോഗിക്കേണ്ടത് ഫോർ ആണ്. For 3 years. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ഈ പുതുതായിട്ട് ജോയിൻ ചെയ്യുന്ന ആളോട് ചോദിക്കാം, നിങ്ങളിങ്ങോട്ട് കുടുംബത്തിൻ്റെ കൂടെയാണോ വന്നത്? അതെങ്ങനെയാണ് ഇംഗ്ലീഷിൽ ചോദിക്കുക? ഡിഡ് യു മൂവ് ഹിയർ വിത്ത് യോർ ഫാമിലി? ഡിഡ് യു മൂവ് ഹിയർ വിത്ത് യോർ ഫാമിലി? അപ്പോൾ അയാൾ പറയുകയാണ്, ഇല്ല എൻ്റെ കുടുംബം എൻ്റെ കൂടെ ഇല്ല, ഞാനിപ്പോൾ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. അതെങ്ങനെ പറയും? എൻ്റെ കുടുംബം എൻ്റെ കൂടെ ഇല്ല. നോ, മൈ ഫാമിലി ഇസ് നോട്ട് വിത്ത് മീ. മൈ ഫാമിലി ഇസ് നോട്ട് വിത്ത് മീ. ഫാമിലി എന്ന് പറയുമ്പോൾ കുറച്ചധികം പേരുണ്ട് ഫാമിലിയിൽ, പക്ഷെ ഫാമിലി ഒറ്റയാണല്ലേ, കുടുംബം ഒന്നാണ്. അതുകൊണ്ടാണ് ഫാമിലി ഇസ് എന്ന് പറഞ്ഞത്. ഫാമിലി ആർന്ന് പറയരുത് കേട്ടോ. നോ, മൈ ഫാമിലി ഇസ് നോട്ട് വിത്ത് മീ. എന്നിട്ട് ഇപ്പോൾ ഞാൻ ഒറ്റയ്ക്കാണ് കഴിയുന്നത്. അറ്റ് പ്രസൻറ്റ് ഐ ലിവ് എലോൺ.
At present എന്ന് വെച്ചാൽ ഇപ്പോൾ, now. At present I live alone. അപ്പോൾ നമ്മൾ ചോദിക്കില്ലേ, നിങ്ങളപ്പോൾ ഇപ്പോൾ എവിടെ കഴിയുന്നു? അതെങ്ങനെ ചോദിക്കും? Where do you stay? എവിടെയാണ് നിങ്ങളിപ്പോൾ തങ്ങുന്നത്, തൽക്കാലത്തേക്ക് താമസിക്കുന്നത്? Where do you stay? അപ്പോൾ അതിന് അയാൾ പറയുന്നത്, ഞാൻ തൽക്കാലത്തേക്ക് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ കൂടെയാണ് താമസിക്കുന്നത്. അപ്പോൾ തൽക്കാലത്തേക്ക് ആ അർത്ഥം കിട്ടാൻ നമ്മൾ ഉപയോഗിക്കുന്ന എക്സ്പ്രഷനാണ് ഇംഗ്ലീഷിൽ ഫോർ ദ ടൈം ബീയിങ്. തൽക്കാലത്തേക്ക്. ഫോർ ദ ടൈം ബീയിങ് ഐ എം സ്റ്റേയിങ് വിത്ത് എ ഫ്രണ്ട് ഓഫ് മൈൻ. കണ്ടോ, ഐ എം സ്റ്റേയിങ് വിത്ത് മൈ ഫ്രണ്ട് എന്ന് വേണമെങ്കിൽ പറയാം, പക്ഷെ അതിലും നല്ലത് ഐ എം സ്റ്റേയിങ് വിത്ത് എ ഫ്രണ്ട് ഓഫ് മൈൻ. അത് ഇംഗ്ലീഷിലുള്ളൊരു എക്സ്പ്രഷനാണേ. സോ ഫോർ ദ ടൈം ബീയിങ് ഐ എം സ്റ്റേയിങ് വിത്ത് എ ഫ്രണ്ട് ഓഫ് മൈൻ. പക്ഷേ ഞാൻ ഒരു ഫ്ലാറ്റ് കിട്ടാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, ഒരു ഫ്ലാറ്റിന് വേണ്ടി അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെങ്ങനെ പറയും? ബട്ട് ഐ എം ലുക്കിംഗ് അറൗണ്ട് ഫോർ എ ഫ്ലാറ്റ്. ഐ എം ലുക്കിംഗ് അറൗണ്ട് ഫോർ എ ഫ്ലാറ്റ്. അപ്പോൾ ലുക്ക് അറൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താ സാധാരണ അർത്ഥം എന്നറിയോ? നമ്മൾ ചുറ്റി നടന്ന് കാണുക എന്നൊക്കെ പറയില്ലേ. പക്ഷേ ഒരു വീടിന് വേണ്ടി അന്വേഷിക്കുക എന്നുള്ള അർത്ഥത്തിലും ലുക്ക് അറൗണ്ട് ഫോർ എന്ന് പറയും. അപ്പോൾ ബട്ട് ഐ എം ലുക്കിംഗ് അറൗണ്ട് ഫോർ എ ഫ്ലാറ്റ്. അപ്പോൾ ചിലപ്പോൾ നമ്മൾ പറയുമല്ലോ, അതിന് ഞാൻ നിങ്ങളെ സഹായിക്കാം, ഒരു ഫ്ലാറ്റ് കിട്ടാൻ ഞാനും കൂടെ നോക്കാം എന്നുള്ള അർത്ഥത്തിൽ എങ്ങനെ പറയും? ഐ വിൽ ഹെൽപ്പ് യു ഫൈൻഡ് വൺ. ഐ വിൽ ഹെൽപ്പ് യു ഫൈൻഡ് വൺ. അതായത് ഒരു ഫ്ലാറ്റ് കിട്ടാൻ ഞാനും കൂടി അന്വേഷിക്കാം എന്നാണ് അർത്ഥം. അപ്പോൾ ആരെങ്കിലും നമുക്കൊരു ഫേവർ ചെയ്യുമ്പോൾ, ഒരു ഉപകാരം ചെയ്യുമ്പോൾ നമ്മൾ എന്ത് പറയും? താങ്ക് യു എന്ന് പറയാം അല്ലേ? താങ്ക് യു സോ മച്ച് എന്നൊക്കെ പറയാം. അല്ലെങ്കിൽ ദാറ്റ്സ് സോ കൈൻഡ് ഓഫ് യു എന്ന് പറയാം. ഓ, അതൊരു വലിയൊരു ഉപകാരമാണ്, ദാറ്റ്സ് സോ കൈൻഡ് ഓഫ് യു. ഇനി അയാൾക്ക് നമ്മുടെ കാര്യം അറിയണം, നമ്മൾ എവിടെയാണ് താമസിക്കുന്നത്. അപ്പോൾ അതിന് നിങ്ങളുടെ കാര്യം എങ്ങനെയാണ് എന്നുള്ളത് ചോദിക്കാൻ വാട്ട് അബൌട്ട് യു എന്ന് ചോദിച്ചാൽ മതി. വാട്ട് അബൌട്ട് യു എന്ന് വെച്ചാൽ നിങ്ങളോ എവിടെയാണ് താമസിക്കുന്നതെന്നാണ് ഈ ചോദിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ എവിടെ താമസിക്കുന്നു എങ്ങനെ ചോദിക്കും? വെയർ ഡു യു ലിവ്? വെയർ ഡു യു ലിവ്? അപ്പോൾ നമ്മൾ പറയാണ്, ഞാനിവിടെ അടുത്ത് താമസിക്കുന്നു. ഇവിടെ അടുത്ത് എങ്ങനെ പറയും? ഐ ലിവ് നിയർ ബൈ. ഐ ലിവ് നിയർ ബൈ. നിയർ ബൈ എന്ന് വെച്ചാൽ ഇവിടെ അടുത്തൊക്കെ തന്നെ. അപ്പോൾ നമ്മളെല്ലാവരും ശ്രദ്ധിക്കുന്നൊരു കാര്യമാണല്ലേ, താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് ജോലി സ്ഥലത്തേക്ക് എത്ര സമയം പിടിക്കും യാത്രയ്ക്ക്. കാരണം യാത്രയ്ക്ക് അധികം സമയം പോരുതെന്നല്ലേ നമുക്ക് എല്ലാവർക്കും ആഗ്രഹം. അപ്പോൾ ഈ പുതുതായിട്ട് ജോയിൻ ചെയ്ത ആൾ ഇനി ചോദിക്കാൻ പോകുന്നത്, നിങ്ങൾക്ക് ജോലി സ്ഥലത്തേക്ക് എത്താൻ എത്ര സമയം പിടിക്കും? എത്ര സമയം പിടിക്കും? അതെങ്ങനെ ചോദിക്കും? ഹൗ ലോങ് ഡസ് ഇറ്റ് ടേക്ക് യു ടു ഗെറ്റ് ടു വർക്ക്? ഹൗ ലോങ് ഡസ് ഇറ്റ് ടേക്ക് യു ടു ഗെറ്റ് ടു വർക്ക്? ടു ഗെറ്റ് ടു വർക്ക് എന്ന് വെച്ചാൽ ഓഫീസിലെത്താൻ എന്നാണ് അർത്ഥം കേട്ടോ. ഹൗ ലോങ് ഡസ് ഇറ്റ് ടേക്ക് യു ടു ഗെറ്റ് ടു വർക്ക്? അപ്പോൾ നമ്മൾ പറയുന്നത് എനിക്ക് 10 മിനിറ്റ് എടുക്കുകയുള്ളൂ. അപ്പോൾ ഇറ്റ് ടേക്സ് മീ ജസ്റ്റ് 10 മിനിറ്റ്സ്. ഇറ്റ് ടേക്സ് മീ ജസ്റ്റ് 10 മിനിറ്റ്സ്. അപ്പോൾ അയാൾ പറയണം, ഓ അത് കൊള്ളാമല്ലോ. അപ്പോൾ അതിനെങ്ങനെയാണ് സാധാരണ ഇംഗ്ലീഷിൽ പറയുന്ന എക്സ്പ്രഷൻ? ദാറ്റ്സ് ഗ്രേറ്റ്. അത് കൊള്ളാമല്ലോ, ദാറ്റ്സ് ഗ്രേറ്റ്. അപ്പോൾ ഓർക്കണേ, ഇത് ലഞ്ച് ബ്രേക്ക് ആയിരുന്നു. ഇപ്പോൾ ബ്രേക്ക് കഴിയാറായി. അതുകൊണ്ട് ഒരാൾ മറ്റേ ആളെ ഓർമ്മിപ്പിക്കുകയാണ്, നമുക്ക് തിരിച്ച് ജോലിക്ക് കയറാൻ സമയമായി. അപ്പോൾ അതെങ്ങനെയാണ് പറയുക? വി ബെറ്റർ ഗെറ്റ് ബാക്ക് ടു വർക്ക്. അപ്പോൾ ഗെറ്റ് ബാക്ക് ടു വർക്ക് എന്ന് വെച്ചാൽ തിരിച്ച് ജോലി തുടങ്ങുക എന്നാണ് അർത്ഥം. അപ്പോൾ ഇന്നലെ നമ്മൾ ഗ്രീറ്റിങ്സിൽ പഠിച്ച ഒരു എക്സ്പ്രഷൻ ഉണ്ടല്ലോ, ഫ്രണ്ട്സൊക്കെ തമ്മിൽ പറഞ്ഞ് സംസാരിച്ച് പിരിയുമ്പോൾ എന്താ പറയുക? സീ യു ലേറ്റർ അല്ലെങ്കിൽ ക്യാച്ച് യു ലേറ്റർ എന്ന് പറഞ്ഞ് ആ സംഭാഷണം അവസാനിപ്പിക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ ഈ സീനിൽ പ്രാക്ടീസ് ചെയ്ത ഡയലോഗ്സ് എല്ലാം നിങ്ങൾ വീട്ടിൽ പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. എത്രത്തോളം അത് പറഞ്ഞ് ശീലിക്കുന്നോ അത്ര അത് മനസ്സിൽ പതിയും. നമുക്ക് ആവശ്യം വരുമ്പോൾ ഈസി ആയിട്ട് പറയാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി അടുത്ത സീനിൽ കാണാം.